ഇതുവരെ എബനേസറാ എന്നോട് കൂടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇല്ലെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവനെ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 1-ാം അധ്യായം മുതൽ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ ക്രിസ്തുയേശുവിൽ ബദ്ധനായിത്തീരുന്ന ഒരു ശുശ്രൂഷകന് ഉണ്ടാകേണ്ട യോഗ്യതകളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം അവന് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹത്തെ 6-ാം വാക്യത്തിൽ പറയുന്നു. കൂട്ടവകാശികളാക്കി, ഏക ശരീരസ്ഥരാക്കി, വാഗ്ദത്തത്തിന് പങ്കാളികളാക്കി തീർത്തു. 7 മുതൽ 9 വരെയുള്ള വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഓരോ ശുശ്രൂഷകൻ ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷ പ്രാപിച്ചത് മുഖാന്തരമായി തനിക്ക് ലഭിച്ച ദൈവിക അനുഗ്രഹത്തെ കുറിച്ചാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ദൈവിക മർമ്മത്തിന്റെ ആഴം, അതിന്റെ ശ്രേഷ്ഠത പൗലോസ് അപ്പോസ്തലനെ വളരെയധികം സ്വാധീനിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. വളരെ ദൈവവചന കമന്ററി എഴുതുന്ന വാക്കുകളെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷയുടെ മഹത്വം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലന് യേശു ക്രിസ്തുവിനാൽ ലഭിച്ച ദൈവവിളി മുഖാന്തരമായി, ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക മർമ്മം മുഖാന്തരമായിട്ട് മനസ്സിലാക്കി. ഈ ശോഭനകരമായ ശുശ്രൂഷ കഴിഞ്ഞൊരു കാര്യം ഇല്ല എന്ന് ദൈവിക മർമ്മം തനിക്ക് മനസ്സിലായപ്പോൾ അത് വെളിപ്പെടുവാനും ഇടവന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ച രക്ഷ മുഖാന്തരം തനിക്ക് ലഭിച്ച 3 ശ്രേഷ്ഠതകളെ കുറിച്ചാണ് 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ച 1-ാമത്തെ ശ്രേഷ്ഠത തന്നെ ഒരു ശുശ്രൂഷക്കാരനാക്കി തീർത്തു, ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ, പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ തുടർമാനമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഈ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ 7-ാം വാക്യമാണ്, 7-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ ക്രിസ്തുയേശു രക്ഷ മുഖാന്തരം ലഭിച്ച ആ ശുശ്രൂഷയ്ക്ക് എന്നെ കാരണമാക്കിയതിന്റെ തെളിവ് ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. അവിടെ പറയുന്നൊരു വാക്കാണ്, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ക്രിസ്തുയേശു മുഖാന്തരം ലഭിച്ച രക്ഷ നിമിത്തമായി ലഭിച്ച ശുശ്രൂഷ ഈ ലോകത്തിന്റെ ശക്തിക്കോ ഈ ലോകത്തിന്റെ ശക്തിക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒന്ന് അല്ലായിരുന്നുവെന്നും മാത്രമല്ല അവിടെ പറയുന്നത് ഞങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ്, ആത്മാവിനാലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. ഈ ലോകത്തിന്റെ ശക്തി കൊണ്ടല്ല നയിക്കപ്പെടുന്നത്. ഈ ലോകത്തിന്റെ ഒരു വ്യക്തി വിളിച്ചിട്ടല്ല ഞാൻ കടന്നുപോയത്. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ഞാൻ പ്രാപിച്ച ദൈവീയ ദർശനം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഒരു വെളിച്ചമല്ലായിരുന്നു, ആത്മാവിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ശുശ്രൂഷകനായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ടു ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ധരിച്ചു ഉപായം പ്രയോഗിക്കാതെയും
ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷി ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് പറയാണ്, യേശു ക്രിസ്തുവിന്റെ രക്ഷ അകത്ത് കടന്നു വന്നപ്പോൾ എന്നെ വിളിച്ച ആ ശുശ്രൂഷയ്ക്ക് രഹസ്യങ്ങൾ ഒന്നും ചെയ്യാതെ, അതിനെ ഈ ലോകത്തിന്റെ രഹസ്യങ്ങളെല്ലാം ത്യജിച്ചു കളഞ്ഞിട്ട് ഉപായമൊന്നും പ്രയോഗിക്കാതെ, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാതെ, ദൈവവചനം എനിക്ക് ലഭിച്ച ദൈവീയ മർമ്മം അതേ പരിശുദ്ധാത്മാവിനാൽ മറ്റുള്ളവരിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് വിളമ്പി കൊടുക്കുവാൻ ഞാൻ പ്രാപിച്ച ഒരു ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. ഇത് രാത്രിയിൽ ഈ ക്ലാസ് കേൾക്കുന്നതിന് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവ ശുശ്രൂഷയിലായി തീരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ഹിതത്തിനോ നമ്മുടെ വാക്ചാതുര്യത്തിനോ അനുസരിച്ച് പറയുവാൻ ഉള്ളതല്ല ദൈവവചനം. ദൈവവചനം എന്ന് പറയുന്ന അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാതെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ, ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ദൈവാത്മാവിന്റെ മർമ്മങ്ങളെ വിളിച്ചു പറയുന്നവരായി തീരണം. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ രക്ഷ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു മുഖാന്തരം ഈ രക്ഷകനെ കണ്ടെത്തി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ശുശ്രൂഷകനാക്കി എന്നെ മാറ്റി. ആ ശുശ്രൂഷയിൽ ഞാൻ ഒരു കളവും ചെയ്യാതെ ദൈവാത്മാവിന് വിധേയപ്പെട്ടു പോകുന്നു. അത് മാത്രമല്ല, ഈ ശുശ്രൂഷയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വിളിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, അവൻ ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മുഖാന്തരം തന്നോട് നിരൂപിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ശുശ്രൂഷയിലും ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ദൈവാത്മാവെന്ന് പറയുന്നത് നിരപ്പിന്റെ ആത്മാവാണ്. ഈ ലോകത്തോട് നിരന്നുകൊള്ളണം, സഹോദരൻ നിരന്നുകൊള്ളണം, ദൈവസഭയോട് നിരന്നുകൊള്ളണം, കൂട്ടുകാരനോട് നിരന്നുകൊള്ളണം. എന്നറിയാം, നിരപ്പിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു വേണം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ക്രിസ്തുയേശുവിലൂടെ രക്ഷയ്ക്കായി എന്നെ വിളിച്ച നിമിഷത്തിൽ ഒരു ശുശ്രൂഷ എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ആക്കി തീർത്തു. അത് ലോകം ആക്കിയതല്ല, പരിശുദ്ധാത്മാവ് എന്നെ ആക്കിയതാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളോടും ഇടയിൽ ഘോഷിച്ചിട്ട് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു എന്ന് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലകൊണ്ടെന്നാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ആ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എന്നെ വിളിച്ച ശുശ്രൂഷയ്ക്ക് മുൻപിൽ ഞാൻ ഇളകാതെ നിൽക്കുന്നത് പോലെ നിങ്ങളും ഇളകാതെ നിന്നാൽ അവന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് ദൈവ ശുശ്രൂഷയുടെ ഭാഗമായി കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച് നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും വിശ്വസ്തയോടെ വിശ്വാസത്തിൽ മുന്നേറിയെങ്കിൽ മാത്രമേ, ഇളകാതെ നിന്നെങ്കിൽ മാത്രമേ അവന്റെ മുൻപിൽ പോയി നിൽക്കുവാൻ കഴിയുള്ളൂ. ഞാനും നിങ്ങളും ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. ആ ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റ് ചെല്ലുമ്പോൾ മാറിപ്പോയാൽ അവിടെ കൊണ്ട് സകലവും തീർന്നു. ആ ഫിനിഷിംഗ് പോയിന്റ് കവർ ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ മുൻപിൽ ധൈര്യത്തോട് നിൽക്കുവാൻ കഴിയുള്ളൂ. പൗലോസ് പറയാണ്, ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞാൻ ധൈര്യത്തോട് പോകുന്നത് പോലെ നിങ്ങളും ധൈര്യത്തോട് പോയെങ്കിൽ മാത്രമേ അവന്റെ മുൻപിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ദൈവവചന ഘോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ അനേക വാക്യങ്ങൾ അതിനകത്തു നിന്ന് നമുക്ക് ഈ തീമോഥെയോസ് ലേഖനം ഒക്കെ വായിക്കുമ്പോൾ അനേക വാക്യങ്ങൾ കാണുവാൻ കഴിയും. ഞാൻ വേഗം കടന്നു പോകട്ടെ. രണ്ടാമത്, ക്രിസ്തു യേശുവിന്റെ രക്ഷ മുഖാന്തരമായി പൗലോസിന് ലഭിച്ച രണ്ടാമത്തെ ശ്രേഷ്ഠ, ഒന്നാമത്തെ ശ്രേഷ്ഠ തന്നെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. രണ്ടാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് തന്നെ ഒരു പ്രസംഗകനാക്കി മാറ്റി, പ്രീച്ചറാക്കി മാറ്റി. അതുകൊണ്ടാണല്ലോ ഈ പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിച്ചു വരുമ്പോൾ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കാരണം 9-ാം അധ്യായത്തിലാണല്ലോ തന്റെ ജീവിത ആരംഭം തുടങ്ങുന്നത്, ക്രിസ്തു യേശുവിനുള്ള ജീവിത ആരംഭം തുടങ്ങുന്നത്. ആ അധ്യായത്തിൽ പറയുകയാണ്, ദൈവപുത്രൻ എന്ന് ഞാൻ പള്ളികളിൽ പ്രസംഗിച്ചു തുടങ്ങിയെന്ന്. കാരണം ഒരു പ്രസംഗകനാക്കി കർത്താവിന്റെ വിളി മുഖാന്തരമായിട്ട് കർത്താവ് തന്നെ അഭിഷേകം ചെയ്യുവാൻ ഇടവന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനാൽ എന്തു പ്രാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഞാനും നിങ്ങളും വെറുതെ കടന്നു വന്ന്
സഭായോഗത്തിന് കടന്നു വന്നിട്ട് അല്ലെങ്കിൽ വേറെ മീറ്റിംഗിൽ കടന്നു വന്നിട്ട് മടങ്ങി പോകുന്നതിനേക്കാൾ ഉപരി ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ക്രിസ്തുവിൽ നിന്നുള്ള രക്ഷ ഞാനും നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തു നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ പൗലോസ് പറയാണ്, എന്നെ ശുശ്രൂഷകനാക്കി അന്ന് അഭിഷേകം ചെയ്തു. 2, എന്നെ ഒരു പ്രസംഗിയനായിട്ട് അല്ലെ ടീച്ചറായിട്ട് അഭിഷേകം ചെയ്തു. അത് ഞാൻ പള്ളിയിൽ പോയി പ്രസംഗിച്ചു. കാരണം പൗലോസോട് പറയാണ്, ഇന്നലെ വരെ ഞാൻ പള്ളിയിൽ പോയി പ്രസംഗിച്ചതും പള്ളിയിൽ പോയി പറഞ്ഞതും എല്ലാം ന്യായപ്രമാണങ്ങളായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഇവിടുന്ന് പ്രാപിച്ച ഒരു ദൈവീയ ദർശനമുണ്ട്, ഒരു ദൈവപുത്രനെ കുറിച്ച് ദർശനമുണ്ട്. അത് ഞാൻ പോയ സ്ഥലത്തു ആ ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് എന്ന് പ്രസംഗിക്കുവാൻ ഇട വന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒതുങ്ങിക്കൂടിയിരിക്കുവാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനും നിങ്ങളും പഴയത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് ഉപരിയായിട്ട് ക്രിസ്തുവേശുവിന്റെ ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടുന്ന് വന്നോ അവിടെ ചെന്നിട്ട് ഞാനും നിങ്ങളും പ്രാപിച്ച ദൈവപുത്രനെ കുറിച്ചുള്ള ദർശനം മറ്റുള്ളവരിലേക്ക് പങ്കു കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷയിൽ ഞാനും നിങ്ങളും ഒരു ശുശ്രൂഷകനായിട്ടും ഒരു പ്രാസംഗികനായിട്ടും മാറുവാൻ കഴിയുള്ളൂ. ഈ പൗലോസ് അപ്പോസ്തലൻ 17-ാം അധ്യായം, പ്രവൃത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കടന്നു വരുമ്പോൾ പറയുന്ന വാക്കുണ്ട്. 2-3 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, പതിവ് പോലെ ഇന്നലെ വരെ ചെയ്തതും ഇത് പിന്നെ യേശു ക്രിസ്തുവിലുള്ള ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴും അവിടെ ചെയ്യാൻ താൻ സന്നദ്ധനായി. അവിടെ ചെന്ന് ശബത്തിൽ ചെന്നിട്ട് 3 ചെന്നിട്ട് തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതിന് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ശുശ്രൂഷകനാക്കി തീർത്ത അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനാക്കി തീർത്ത ഒരു ടീച്ചറാക്കി തീർത്ത ഈ ക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് പറയുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ രക്ഷ നമ്മുടെ അകത്തേക്ക് കയറുവാൻ കഴിയുള്ളൂ. പലപ്പോഴും ഈ പൗലോസ് അപ്പോസ്തലന്റെ അനേക സ്റ്റേറ്റ്മെന്റുകളിൽ പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം ഭാഗത്ത് പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. പൗലോസ് പറയാണ്, സ്നാനപ്പെടുത്തുന്നത് മറ്റുള്ളവർ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് ആളുകളെ നയിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാം താല്പര്യം ഒത്തിരി പേരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ സ്നാനത്തിലേക്ക് വിടിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയേറിയ കാര്യമാണ്. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ഈ ലോകത്തെക്കാൾ വിലയേറിയുള്ളതാകുമ്പോൾ ഒരുവനെ ഈ രക്ഷയിലേക്ക് നയിക്കുന്നവൻ ലഭിക്കുന്ന പ്രതിഫലം അതിമഹത്തായ പ്രതിഫലമാണ്. അങ്ങനെയാണ് പൗലോസ് പറയാണ്, ഒരുവനെ സ്നാനപ്പെടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അധികാരത്തോടെ കർത്താവ് തന്നിരിക്കുന്നത് അവനെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അനേക വാക്യങ്ങൾ അതിനകത്തു നിന്ന് നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഞാൻ വേഗം മുന്നോട്ട് കടന്നു പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ 30-ാം വാക്യവും വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നുവെന്നും അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും വായിച്ചിരിക്കുന്നു. ഒക്കെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തനിക്ക് ലഭിച്ച ആ പ്രീച്ച് ചെയ്യാനുള്ള അതിനെക്കുറിച്ച് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ അവിടെ അനേക വാക്കുകൾ കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ വെളിപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 3-ാമത് പൗലോസ് അപ്പോസ്തലൻ ലഭിച്ച 3-ാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ 9-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുയേശുവിന്റെ രക്ഷ അകത്തു കടന്നു വന്നപ്പോഴത്തേന് തന്നെ ഒരു ഇവാഞ്ചലിസ്റ്റാക്കി മാറ്റി, ഒരു സുവിശേഷകനാക്കി മാറ്റി. കാരണം ഈ നല്ലൊരു സുവിശേഷ ദർശനമുള്ള ഒരു വ്യക്തിത്വമാക്കി പൗലോസ് അപ്പോസ്തലനെ മാറ്റി. എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനുള്ള രക്ഷ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു നല്ല സുവിശേഷകനാക്കി മാറ്റി. ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ദൈവസഭയുടെ ഭാഗമായി ഇരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എത്ര വർഷമായോ മാസമായോ നാളുകളായോ എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആകുക, നല്ലൊരു സുവിശേഷനാകുക എന്നുള്ളതാണ്. പ്രാപിച്ച ദൈവാത്മാവിന്റെ ശക്തി അകത്തേക്ക് കയറി കഴിയുമ്പോൾ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ദൈവ സന്ദേശം അകത്തേക്ക് കയറി കഴിയുമ്പോൾ, ഈ സുവിശേഷത്തിന്റെ ദർശനം പൗലോസ് അപ്പോസ്തലനിലേക്ക് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ
താൻ പഠിച്ചതും താൻ പ്രമാണിച്ചതും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനാണെന്ന് തനിക്ക് മനസ്സിലാക്കി ആ ദർശനം താൻ പ്രാപിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രാപിച്ചെടുത്ത ദൈവാത്മാവിന്റെ ശക്തി ശുശ്രൂഷകനാക്കി മാറ്റി, ഒരു നല്ല പ്രീച്ചറാക്കി മാറ്റി, മാത്രമല്ല നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആക്കി മാറ്റി, നല്ലൊരു സുവിശേഷകനാക്കി മാറ്റി. മറ്റുള്ളവരിലേക്ക് ദൈവാത്മാവിന്റെ ശക്തിയോടെ യേശുക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ ആഴമേറിയ മർമ്മം പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചെടുക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രവർത്തന പുസ്തകമൊക്കെ 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ കർത്താവ് തന്നെ രാത്രി ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഭയപ്പെടാതെ പോയി പ്രസംഗിക്കണം, ഭയപ്പെടാതെ പോയി പ്രസംഗിക്കണം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മാത്രമല്ല ആര് നിന്നെ കയ്യേറ്റപ്പെടുത്തിയോ ദോഷപ്പെടുത്തുകയോ ചെയ്യില്ല. ഈ പട്ടണത്തിൽ നിനക്ക് വളരെ അധികം ജനമുണ്ട്. ഞാനും നിങ്ങളും ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീയ ദർശനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദൈവീയ ദർശനം മുഖാന്തരമായി സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ദേശത്ത് അനേക ജനം നമുക്കുണ്ട്, നമ്മുടെ സഭയ്ക്കുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട്. പൗലോസിന് പറയാൻ കാരണം പൗലോസിനറിയാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന്റെ മഹത്വം എത്ര വിലയേറിയതാണെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചിരുന്നു. ഞാനും നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് സന്ദേശം അറിയിക്കുന്നില്ലെങ്കിൽ, ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ തിരിച്ചറിഞ്ഞോണം ഞാനും നിങ്ങൾ ക്രിസ്തുവിൽ പ്രാപിച്ച ദൈവീയ രക്ഷയുടെ മഹത്വത്തിന്റെ ആഴം ഇതുവരെയും ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിൽ പറ്റിപ്പോയ പരാജയങ്ങൾ ഒന്നാതാണ്. കാരണം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ആരുടെയൊക്കെയോ കാരണം കൊണ്ടോ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടോ രക്ഷിക്കപ്പെട്ടു. പക്ഷേ പറ്റിപ്പോയത് ഈ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, ഈ ദൈവത്തെ കുറിച്ചുള്ള ആ മഹത്വം, ഈ രക്ഷയുടെ മഹത്വത്തിന്റെ ആഴം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ രക്ഷ മുഖാന്തരമായിട്ട് എന്നെ നല്ലൊരു സുവിശേഷകനായി കാണുവാൻ ആ ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ടാണല്ലോ പ്രവർത്തന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ പറയുന്നത്, അപ്പോൾ അവനോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയിപ്പാനും നീതിമാനായനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷികളായി തീരും. കാരണം പൗലോസ് അപ്പോസ്തലനെ അവിടെ കർത്താവ് നിയമിതനാക്കി, ഒരു ഇവാഞ്ചലിസ്റ്റ് ആക്കി, ഒരു സുവിശേഷനാക്കി ആ ദേശത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്തു. ക്രിസ്തീയ വിശ്വാസി വേദിയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് നടുവിൽ നല്ലൊരു സുവിശേഷകനായിട്ട് ദൈവാത്മാവ് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, രക്ഷയുടെ സന്ദേശം ഞാനും നിങ്ങളും അനുഭവിച്ചറിയുമ്പോൾ, എന്നെയും നിങ്ങളിൽ ലോകമല്ല അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, മറ്റുള്ള വ്യക്തികളല്ല അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, ദൈവാത്മാവിനാൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാനും ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് ഈ സുവിശേഷ വേല ചെയ്യുവാനുള്ള ദൈവകൃപ ഞാനും നിങ്ങളും പ്രാപിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കൊണ്ട് തീരുന്നതല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാനും നിങ്ങൾ നീണ്ട വർഷങ്ങളുടെ ചരിത്രം ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഞാനും നിങ്ങളും ഇവിടുന്ന് കടന്നു പോയിട്ട് മേലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധി ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് കർത്താവ് നമ്മോട് ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായിരുന്നില്ലയോ, എത്ര ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ നമ്മുടെ കൈ ശൂന്യമായി പോകല്. നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഒരാൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 1 തീമോഥെയോസ് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ പൗലോസ് അപ്പോസ്തലൻ ലഭിച്ച ദൈവകൃപയുടെ സുവിശേഷം പരമേൽപ്പിക്കൽ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നല്ലൊരു സുവിശേഷകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ച് സംസാരിക്കാനുള്ളതാണ്. കാരണം ഈ ദൈവവചനത്തിന്
തീയുടെ ശക്തിയുണ്ട്, വാളിന്റെ ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഞാനും നിങ്ങളും ദൈവവചനം സംസാരിക്കുമ്പോഴും മറ്റുള്ള സുവിശേഷങ്ങൾ പറയുമ്പോഴും അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും വായിച്ചു മനസ്സിലാക്കിയ മർമ്മങ്ങളെ മാറ്റി ഒടിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനും അനുസരണത്തിനു വേണ്ടി അതിനെ മറിച്ചു കളയാൻ വേണ്ടി അല്ല ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞതിനെ ഒന്നുകൊണ്ട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയാതെ മനുഷ്യരെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് അതിന് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദൈവ്യാഗ്രഹത്തിന് ഉപായമോ പ്രയോഗിച്ചിട്ടില്ല എന്ന് ദൈവം സാക്ഷി. ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ, ഒരു ശുശ്രൂഷകൻ, ഒരു പ്രാസംഗികൻ ഒക്കെ വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് മുഖസ്തുതി പറഞ്ഞ് മറ്റുള്ള ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതല്ല. ഒരു ദൈവാത്മാവിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവം പ്രാപിച്ച ഒരു ദൈവവൈദ്യന് വേണ്ടത് അവൻ ദൈവത്തിന് സാക്ഷ്യമുള്ളവനായി തീരുവാൻ കഴിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുവാൻ കഴിയണം. 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിച്ചു വരുമ്പോൾ പൗലോസ് പറയുന്നത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ഭക്തനായി എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കാരണം ക്രിസ്തീയ വിശ്വാസികളിൽ ശോധന കടന്നു വരുമ്പോൾ അവന്റെ പാപം കൊണ്ടല്ല, ഒരു ക്രിസ്തീയ ദൈവവൈദ്യ ജീവിതത്തിനകത്ത് പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല. അവിടെ പറയാണ്, കഷ്ടം സഹിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ കഷ്ടം സഹിച്ചതുപോലെ എന്നോടുകൂടി നീ കഷ്ടം സഹിച്ചാൽ ഈ ലോകത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നന്മയോ ഒരു ജീവിതത്തിനകത്ത് ഒരു സന്തോഷമോ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ വേല നിമിത്തം ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം ഈ ലോകത്തിൽ ഒരു നന്മയോ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുന്ന് ഞാനും നിങ്ങളും പോയി കഴിയുമ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ സന്തോഷം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയണം, എന്നോടൊപ്പം കഷ്ടം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള സുവിശേഷ വേലയുടെ ദർശനം പ്രാപിച്ചിട്ട് വേണം ഞാൻ നിങ്ങളും മുന്നോട്ട് കടന്നു പോകുവാൻ. ഞാൻ വേഗം കടന്നു പോകട്ടെ. ഇനി 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ ദൈവസഭയെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ രഹസ്യത്തെ മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞു, ഒന്നാമത് പറയുന്നത് 10-ാം വാക്യം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവസഭ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവസഭയ്ക്ക് സ്വർഗത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവീയ മർമ്മം സഭയിൽ വെളിപ്പെടുത്തി പൗലോസ് മുഖാന്തരം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ദൈവത്തിന്റെ പലവിധമായ ജ്ഞാനം. ഇപ്പോൾ NASB പറയുന്ന ട്രാൻസ്ലേഷൻ NASB പറയുന്ന ഇപ്രകാരമാണ്, ദൈവത്തിന്റെ പലവിധമായ ജ്ഞാനം ഇപ്പോൾ സഭയിലൂടെ സ്വർഗീയ സ്ഥലങ്ങളെ ഭരണാധികാരികൾക്കും അധികാരികൾക്കും അറിയപ്പെടുവാൻ വേണ്ടി. അങ്ങനെ ആ വാക്യം ഇവിടെ NASB പറയുന്നത്. അപ്പോൾ ദൈവീയ ജ്ഞാനം സ്വർഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സ്വർഗത്തിൽ വെളിപ്പെട്ടുകൊണ്ട് ദൈവജ്ഞാനം ദൈവസഭയിലൂടെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിന്റെ ആ ശ്രേഷ്ഠ ക്രൂശിന്റെ മരണ മുഖാന്തരമായിട്ട്. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 33-ാം വാക്യം പറയുന്നത്, ദൈവത്തിന്റെ ദാനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. ദൈവത്തിന്റെ മർമ്മത്തെക്കുറിച്ചും ദൈവത്തിന്റെ അറിവിനെ കുറിച്ചും ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചും എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ വായന കൊണ്ടോ എന്റെ പഠനം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നില്ല. അത് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമുക്ക് ദിനംതോറും ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിൽ ദിനംതോറും ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആഴമേറിയ മർമ്മം മനസ്സിലാക്കി ക്രിസ്തുവിൽ ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലായി ജീവിച്ചെടുക്കുവാൻ കഴിയുള്ളെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ആ ദൈവത്തിന് ദാനവും ജ്ഞാനവും അറിവും അത് തിരിച്ചറിഞ്ഞ് ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിലേ ഒരു ക്രിസ്തീയ പൈതലിന് മുന്നോട്ടുള്ള ചൈത്രയാത്ര നയിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. പലപ്പോഴും ഈ ദൈവത്തിന്റെ ജ്ഞാനവും അറിവും ഞാനും നിങ്ങളും മനസ്സിലാക്കി എടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തീയ ഒരു സാധാരണ വ്യക്തികളായി ജീവിച്ചെടുക്കുവാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പലരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. രണ്ടാമത്, യേശു ക്രിസ്തുവിലുള്ള ആ
മർമ്മം പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ദൈവസഭയിൽ നിത്യ ഉപദേശമായി തനിക്ക് ഇടവന്നു. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നിത്യ ഉപദേശം ദൈവസഭയ്ക്ക് തനിക്ക് ലഭിച്ചതായിട്ട് അതിന്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, മൂന്നാമത് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുയേശുവിലുള്ള ആ രക്ഷ മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലനും ദൈവ സന്നിധിയിലേക്കുള്ള വിശ്വാസിയുടെ പ്രവേശനത്തെ കുറിച്ചും മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. കാരണം ആ പ്രവേശനം എനിക്കും നിങ്ങൾക്കും അനുവദിച്ചു ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ മർമ്മം, ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ചിലർക്ക് മാത്രം മാറ്റിവെച്ചിരുന്ന പ്രവേശനം, ചിലർക്ക് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന ആ പ്രവേശനം, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനോ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധി മുഴങ്കാല് മടക്കുവാനോ ചിലർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നത് എനിക്കും നിങ്ങൾക്കും ക്രൂശിലെ രക്ഷ മുഖാന്തരം ലഭിച്ചെങ്കിൽ അതിന്റെ ആഴം തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി എടുക്കുവാൻ കഴിയണം. ഞാനും നിങ്ങളും അതിന്റെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആ ക്രൂശിലൂടെ ലഭിച്ച രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി എടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞാനും നിങ്ങളും പലപ്പോഴും ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്നു, പ്രാർത്ഥന ഉപേക്ഷയായി വിചാരിക്കുന്നു, കൂട്ടായ്മ ഉപേക്ഷയായി വിചാരിക്കുന്നു. പക്ഷേ അതിന്റെ ആഴം അകത്തേക്ക് കയറി, ദൈവ സാന്നിധ്യത്തിന്റെ ബോധം അകത്തേക്ക് കയറി, ആ മഹത്വത്തെ കുറിച്ചുള്ള ആഴമേറിയ മർമ്മം അകത്തേക്ക് കയറി കഴിയുമ്പോൾ, ഈ രക്ഷയുടെ വില ഏറ്റവും വലിയ ധനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ എനിക്ക് നിങ്ങൾക്കും കൂട്ടായ്മയോ ദൈവീയ ആരാധനയോ ദൈവീയ പ്രാർത്ഥനയോ ബൈബിൾ വായനയോ ബൈബിൾ ധ്യാനമോ ഒന്നും ഒഴിവാക്കുവാൻ കഴിയുന്നില്ല. കാണും അതിന്റെ ശ്രേഷ്ഠത അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. പൗലോസ് പറയാണ്, ഈ ദൈവ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത ദൈവസഭയ്ക്ക് ഒരിക്കൽ ദൂതന്മാർക്കും സ്വർഗത്തിനും മാത്രം വെളിപ്പെടുത്തിയിരുന്നത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു വരുമ്പോൾ ആ സാന്നിധ്യം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ആ ക്രിസ്തുവിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയും, ആ വാതിലൂടെ എനിക്ക് കടക്കുവാൻ കഴിയും. നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ, ആ ദൈവവചനം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിച്ചെടുക്കുവാൻ കഴിയണം. ആ ദൈവവചനം തിരിച്ചറിഞ്ഞവരെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ പറഞ്ഞ വാക്കുണ്ട്, വിശ്വാസ നീതീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ദൈവത്തോട് സമാധാനം അനുഭവിക്കണമെങ്കിൽ, ജീവിതത്തിനകത്ത് സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് പ്രതിസന്ധി കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു മുഖാന്തരം ആ രക്ഷ ഞാനും നിങ്ങളും അനുഭവിച്ചു കഴിയുമ്പോൾ ആ ദൈവ തേജസ്സിന്റെ പ്രത്യാശ അകത്തേക്ക് കയറിയിട്ട് ദൈവ സമാധാനത്താൽ നിറയുവാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും ദൈവ സമാധാനം, ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിന് സമാധാനം ലഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ മർമ്മം മനസ്സിലാക്കി ആഴമേറിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് ജീവിക്കുവാൻ കഴിയണം. അല്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ സമർപ്പിക്കും, കർത്താവേ ആ ദൈവീയ സമാധാനം എന്റെ അകത്തേക്ക് വരണം, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് അകത്തേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിനകത്ത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് സമാധാനം തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതിന്റെ ആ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉപസംഹാരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി താൻ കഷ്ടപ്പെടുവാൻ തയ്യാറാണ്. എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി താൻ കഷ്ടപ്പെടുവാൻ തയ്യാറാണ്. കാരണം താൻ പ്രാപിച്ച മഹത്വം വിലയേറിയതാണെന്നുള്ള തിരിച്ചറിവ് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ ഓർപ്പിച്ചുണർത്തുന്നു. എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ അതിന്റെ കാരണം എന്നറിയാമോ? ഞാൻ നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയുടെ മഹത്വത്തിന്റെ ദാനം തിരിച്ചറിഞ്ഞു വേണം കർത്താവിനെ സന്നിധി ചെയ്യുവാൻ. അത് താഴോട്ടുള്ള വാക്യങ്ങൾ 7 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഏകദേശം 7 കൂട്ടം റിക്വസ്റ്റുകൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നതായി നമുക്ക് അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചിന്തിച്ചെടുക്കുവാൻ കഴിയും. എല്ലാ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനും നിങ്ങൾ ദൈവസന്നിധിയിലും പാടുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും ചെയ്യണമെന്ന് അറിയാമോ? ഈ ക്രിസ്തുവിനുള്ള രക്ഷ തിരിച്ചറിഞ്ഞ് വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. ആ രക്ഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ
ഇരിക്കുവാനും ആ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് വലിയൊരു സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. പൗലോസ് പറയാണ്, എന്നെ ശുശ്രൂഷകനാക്കി, എന്നെ ഒരു പ്രീച്ചറാക്കി, എന്നെ നല്ല ഇവാഞ്ചലിസ്റ്റ് ആക്കി, ദൈവ സന്ദേശത്തിന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് ആഴമേറിയ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഞാൻ കീഴ്പ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ എന്നെ നല്ലൊരു ശുശ്രൂഷനാക്കി കർത്താവ് തന്നെ വേർതിരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ എന്നെയും നിങ്ങളിൽ ദൈവ വിളിയാൽ വേർതിരിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന് ഞാനും നിങ്ങളും കീഴ്പ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ഇതുവരെ എബനേസരാ എന്നോട്